ഹായ് എവരിവൺ. ഇന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും അട ഉണ്ടാക്കുമ്പോൾ പൊടി നനച്ച് കുഴച്ച് പരത്തി കയ്യിലൊക്കെ ഒട്ടിപ്പിടിച്ച് ആകെ ബുദ്ധിമുട്ടിയിട്ടല്ലേ അട ഉണ്ടാക്കുക. പക്ഷെ ഇന്ന് അതൊന്നും വേണ്ട കേട്ടോ. വളരെ ഈസി ആയിട്ട് സോഫ്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടയാണ് കേട്ടോ അത്. ഇതിന് പണി കുറവാന്ന് വെച്ചിട്ട് ടേസ്റ്റിന് ഒരു കോംപ്രമൈസും ഇല്ല കേട്ടോ. നല്ല ടേസ്റ്റാണേ. അപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒഴിച്ചട എങ്ങനെയാണ് ഉണ്ടാക്കുക നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ സ്റ്റൗ കത്തിച്ചിട്ട് സ്റ്റൗവിലാട്ടോ വാട്ടിയെടുത്തത് വാഴല. പെട്ടെന്ന് കീറി പോവാതിരിക്കാൻ വേണ്ടി നമ്മളിത് ചുരുട്ടി കെട്ടുമ്പോൾ കീറി പോവാതിരിക്കാൻ വേണ്ടി കേട്ടോ ഇത് ഇങ്ങനെ ഒന്ന് വാട്ടിയെടുക്കണത്. അപ്പോൾ ഇല വാട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വാട്ടിയെടുത്തതിന് ശേഷം നമുക്ക് ഈ വാഴയുടെ ഈ തണ്ടുണ്ടല്ലോ ഇത് വേണ്ട കേട്ടോ. ഇത് നമുക്ക് മുറിച്ച് കളയാം. ഒരു കത്തിയിട്ടിട്ട് നമുക്കിത് മുറിച്ച് കളയാം. എന്നിട്ട് ഈ ഒരു ഇല നമുക്ക് ഈ ഒരു വലിപ്പത്തിലാക്കിയിട്ട് ഇങ്ങനെ കഷ്ണങ്ങളാക്കി എടുക്കാം കേട്ടോ. ഇതേപോലെയുള്ള കഷ്ണങ്ങൾ കുറച്ചെടുക്കുക. എന്നിട്ട് ഇലകളൊക്കെ കഷ്ണങ്ങളാക്കി വെച്ചതിന് ശേഷം മാറ്റി വയ്ക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതിനുള്ള പൊടിയൊക്കെ നനച്ചെടുക്കാം. അപ്പം ഞാനിവിടെ കുറച്ച് ശർക്കര ഉരുക്കിയിട്ട് അരിച്ചെടുത്തത് പിന്നെയും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഒരു മുറി നാളികേരം അതിലേക്ക് ഇട്ട് കൊടുക്കുക. സാധാരണ നമ്മൾ നാളികേരം അട ഉണ്ടാക്കാനായിട്ട് വഴറ്റിയെടുക്കില്ലേ, അതുപോലെ തന്നെ കേട്ടോ. അപ്പം ഞാൻ അത് നന്നായി വിളയിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു സ്പൂണ് നെയ്യും ചേർത്ത് കൊടുത്തു കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതും മാറ്റി വെക്കാം. എന്നിട്ട് ഞാൻ ഒരു ഗ്ലാസ് അരിപ്പൊടി, നല്ല നൈസ് പൊടി ഉണ്ടല്ലോ നമ്മുടെ പത്തിരി പൊടിയൊക്കെ, ആ പൊടി എടുക്കുക കേട്ടോ. എടുത്തിട്ടുണ്ട്. പിന്നെ അതിൽ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കുക കേട്ടോ. നമ്മൾ കുറേശ്ശെ വെള്ളം ചേർക്കുന്നത് വെള്ളം അധികമാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം നമ്മൾ നമ്മുടെ ഈ ഇഡ്ഡലി മാവിൻ്റെ ഒക്കെ ഒരു പരിവുണ്ടല്ലോ, അതുപോലെ ആക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ ദേ ഇങ്ങനെ ഒരു പരിവട്ടാ. ഇങ്ങനെ ഒഴിക്കുമ്പോൾ അധികം ഒലിച്ചു പോകാത്ത ഒരു രീതിയിൽ അതുപോലെ ആക്കി കൊടുക്കുക കേട്ടോ. അതിലേക്ക് ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. അപ്പം നമ്മൾ മാവ് റെഡിയാക്കണായിട്ട് മുന്നേ നമ്മൾ ഒരു സ്റ്റീമർ അടുപ്പത്ത് വെച്ചിട്ട് സെറ്റ് ചെയ്ത് വെക്കണം കേട്ടോ. എന്നിട്ട് വെള്ളം തിളച്ച് വന്നു തുടങ്ങിയതിന് ശേഷം, സ്റ്റീമറിൽ ആവിയൊക്കെ കുറേശ്ശെ വന്നു തുടങ്ങിയതിന് ശേഷം ഇത് ഇലയിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മളിങ്ങനെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക. നമ്മൾ ഈ ദോശയൊക്കെ പരത്തില്ലേ, അതുപോലെ. എന്നിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച നാളികേരം ഉണ്ടല്ലോ, അത് കുറച്ച് ചേർത്ത് കൊടുക്കുക. ഇലയിൽ ഇത് നിറച്ചും ആക്കരുത് കേട്ടോ. നിറച്ചും ഈ 4 സൈഡും കുറച്ച് ഗ്യാപ്പ് ഇടണം കേട്ടോ. നിറച്ചാക്കിയിട്ട് ആക്കരുത്. ഇത് സാധാരണ ഇല മടക്കണ പോലെ, അട മടക്കണ പോലെ ഇങ്ങനെ മടക്കി കൊടുക്കുക. എന്നിട്ട് ഇവിടെയും ഇങ്ങനെ മടക്കിയെടുക്കുക. ഈ സൈഡും മടക്കിയെടുക്കുക. അതുപോലെ ഈ സൈഡും മടക്കിയെടുക്കുക കേട്ടോ. എന്നിട്ട് ഇങ്ങനെ മടക്കുമ്പോൾ പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇല വാട്ടിയത്. എന്നിട്ട് ഇതിങ്ങനെ എടുത്തിട്ട് സ്റ്റീമറിൽ വെച്ച് കൊടുക്കുക. അങ്ങനെ കമഴ്ത്തി വെക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ മടക്കിയ ഭാഗം അടിയിലേക്കാക്കിയിട്ട്, അപ്പോൾ ഇത് ആവി വന്നുകൊണ്ടിരിക്കണ കാരണം പെട്ടെന്ന് അത് സെറ്റ് ആയിക്കോളും. അങ്ങനെ നമ്മൾ എല്ലാ അടയും അങ്ങനെ ആക്കി കമഴ്ത്തി വെച്ച് കൊടുക്കുക കേട്ടോ. അങ്ങനെ ഞാൻ എല്ലാതും ഇങ്ങനെ വെച്ചു കേട്ടോ. ഇനി നമുക്കിത് അടച്ചു കൊടുക്കാം. കൈ പൊള്ളാതെ വേണം കേട്ടോ ചെയ്യാൻ. നല്ല ചൂടായിട്ടുണ്ട്.
എന്നിട്ട് ഞാനിതൊരു 15 മിനിറ്റ് വേവിച്ച് കൊടുത്തു കേട്ടോ. എന്നിട്ട് തുറന്നപ്പോൾ ഇതാ നല്ലപോലെ വെന്തിട്ടുണ്ട്. ചൂടാറിയതിന് ശേഷം നമുക്കിത് പൊളിച്ച് നോക്കാം. അപ്പോൾ ദാ ഇത് നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ. നമ്മൾ സാധാരണ ആവിയിൽ പുഴുങ്ങണ അടേനേക്കാളും നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ അത്. അതുപോലെ തന്നെ ഇതുണ്ടാക്കാൻ നല്ല എളുപ്പമാണ്. അതുപോലെ അത്ര സമയവും വേണ്ട കേട്ടോ. അപ്പോൾ എല്ലാവരും വാഴയില കിട്ടുമ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോൾ കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പലഹാരമാണ് കേട്ടോ അത്.